തീർത്ഥയാത്രയായി. അതാണ് തീർത്ഥയാത്ര. പോകുന്നത് സാന്തോം ചർച്ചിന്റെ റിലിക് ചാപ്പലിലേക്കാണ്. ഇവിടെ ഒരു ചായ കിട്ടുന്നതിനകത്തൊരു ചായ കിട്ടുന്ന സ്ഥലമുണ്ട്. ഭയങ്കര സൂപ്പർ ചായ കിട്ടുന്നത്. ഏലക്ക ചായ ഇപ്പൊ ഉണ്ടോ എനിക്ക് അറിയില്ല. ഇവിടെ കുരിശ് birthplace of Christianity in India. Is this place of Christianity in India എന്നാണ് പറയുന്നത്. നാട്ടിൽ നിന്ന് ഇവിടം വരെ വരും കാണാൻ ആൾക്കാർ. അറിയാം, ഇത് മാത്രമായിട്ട് കാണാൻ വരും ഈ 3 സ്പോട്ട്. നമ്മള് പോയ മൈലാപ്പൂര്, ഈ മല, മൈലാപ്പൂർ ഇത് കാണാൻ വേണ്ടി ആളുകൾ വരും. കാരണം നമ്മള് തോമസിന്റെ റിലിക്സ് കൊണ്ടുവന്ന് ഇവിടുന്നാ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ മരീന ബീച്ചിൽ പോകും എല്ലാരും ഫൈനൽ ടച്ച് കൊടുക്കാൻ. തീർത്ഥാടന കേന്ദ്രത്തിന് പറ്റിയൊരു സ്പോട്ടാണ് നമ്മുടെ. ഇവിടെ ആകുമ്പം തീർത്ഥയാത്രയായി. അതാണ് തീർത്ഥയാത്ര. ഇവിടെ വരുന്ന സമയത്ത് തിരിച്ചു പോകുന്ന വഴി മൈലാപ്പൂര് കയറി ഞാനും അമ്മ അവിടെ നാട്ടക്കടത്തില്ലേ മൈലാപ്പൂരിൽ. ഇവിടുത്തെ പള്ളി 6 നാമത്തിലുള്ള. അപ്പൊ സെന്റ് തോമസിന്റെ അല്ല, നിങ്ങൾ പോകുന്ന പള്ളി സെന്റ് ജോർജിന്റെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സഹദയുടെ നാമത്തിലാണ് പള്ളി. അതെ 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 അതെ. ആ വണ്ടി പോകുന്നുണ്ടോ റിവേഴ്സ് ഗിയറിൽ. ഇത്രയ്ക്കും ലോകം മൊത്തം അറിയാം. മഹാരാഷ്ട്രം വരെ വരുന്നുണ്ട് ആൾക്കാർ. ഇത് ക്രിസ്ത്യാനികൾക്ക് വലിയ വിചാരമാണ്. ഓർത്തഡോക്സ് കാർത്തിപ്പള്ളി പള്ളിയൊക്കെ സെന്റ് തോമസ് നാമത്തിലുള്ള പള്ളി. അപ്പൊ നമുക്കിത് കൊച്ചിലെ തൊട്ടൊരു വല്ലാത്തൊരു ആവേശമുള്ള സാധനമാണ്. ലാൻഡിങ് കാണാൻ പറ്റും. ഇത് 1520 സ്ഥാപിച്ച പള്ളിയാണ്. ഇപ്പോൾ 500 വർഷത്തോളം ഈ പള്ളി. 501 വർഷം 500 വർഷത്തോളം. നമ്മളെ അവിടുന്ന് എസ്കേപ്പ് ആയിട്ട് ഇവിടെ വന്നാണ് കുത്തിയേറ്റത്. ഇവിടുന്ന് കുത്തിയേറ്റ് ഓടിക്കൊണ്ടുപോയി പിന്നെ ബോഡി നമ്മുടെ മൈലാപ്പൂര് നടക്കം ചെയ്യും. അതാണ് ഈ എഴുതി വെച്ചേക്കുന്നല്ലേ. എന്റെ കർത്താവും എന്റെ ദൈവമേ. പിന്നെ ഇവിടുത്തെ സെക്കൻഡ് സൺഡേ ഓഫ് എവറി മന്ത്, തേർഡ് സൺഡേ, ഫസ്റ്റ് സാറ്റർഡേ ഓഫ് എവറി മന്ത് ഒക്കെ അവിടെ കുർബാനയുണ്ട്. സ്പെഷ്യൽ പ്രയർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ഫുൾ സിറ്റി കാണാം. ചെന്നൈ സിറ്റി ഫുള്ളില് അറ്റ്ലീസ്റ്റ് ചെറിയ രീതിക്കെങ്കിലും കാണാം.
സാംതോം ചർച്ചിൻ്റെ റിലിക് ചാപ്പലിലേക്കാണ്. ഇവിടെ ഒരുപാട് വിശുദ്ധരുടെ റിലിക്സ് സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലം.